ദൈവം പറഞ്ഞ വഴിയിൽ ചെങ്കടലുണ്ടെന്ന് കരുതി, ദൈവം പറഞ്ഞ വഴിയിൽ തടസ്സമുണ്ടെന്ന് കരുതി ഭാരപ്പെടരുത്. രക്ഷിക്കപ്പെട്ടു, വിശ്വാസ സ്നാനം സ്വീകരിച്ചു, പാരമ്പര്യങ്ങളെ വിട്ടിറങ്ങി, സത്യത്തിലും ആത്മാവിലും ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ജീവിതത്തെ സമർപ്പിച്ചു. പലതും വിട്ടിറങ്ങി, പലരുടെയും വായിരിക്കുന്നതൊക്കെ കേട്ടു, പല നിന്ദകൾ സഹിച്ചു, കുടുംബക്കാരിൽ പലരും പിണങ്ങി, പലരും വിരോധികളും ശത്രുക്കളുമായി. അവരുടെ മധ്യയിൽ, അവരുടെ നോട്ടത്തിൽ നീ പെട്ടുപോയെന്നാണ് കരുതുന്നെങ്കിൽ അല്ല, നീ പുതുവഴിയിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് എന്ന് ആത്മാവ് നിന്നോട് പ്രവചിക്കുകയാണ്. അത് മനുഷ്യൻ തുറന്ന വഴിയല്ല, അത് ദൈവത്താൽ തുറക്കപ്പെട്ട വഴിയിലൂടെ. ദൈവം എടുക്കാൻ പറഞ്ഞ വഴിയൊന്ന് വായിച്ചു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യം. നിങ്ങൾ യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ്, പറഞ്ഞ് തിരിയുക, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും ബാൽസേഫേനും സമീപത്തുള്ള പീഹാഹിരോത്തിനരികെ പാളയിറങ്ങണം. അതിന്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയിറങ്ങണം. എന്നാൽ അവർ ദേശത്തുഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നുവെന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. 30 ലക്ഷത്തോളം ജനം അവർ മരുഭൂമിയിലൂടെ നടക്കുകയാണ്. അവർക്കറിയില്ല എവിടേക്കാ പോകേണ്ടത്. പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണുമായി ദൈവം അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്. എന്തിനാണ് പകൽ ദൈവം മേഘസ്തംഭമായത്? കാരണം ഇവർ പോകുന്നത് ഇതുവഴിയാ, മരുഭൂമിയിലൂടെയാണ്. മരുഭൂമിയിൽ നല്ല ചൂടാണ്. അപ്പോൾ ദൈവം തമ്പുരാൻ ഇവരുടെ മേളിൽ മേഘസ്തംഭം ഒരുക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു കൂളായിട്ടുള്ള ക്ലൈമറ്റിലൂടെ, മറ്റൊരു വെതറിലൂടെ, മറ്റൊരു ക്ലൈമറ്റിലൂടെ അവരെ ദൈവം നടത്തുകയാണ്. 2, രാത്രിയിൽ അഗ്നിത്തൂണായി പോവുകയാണ്. രാത്രിയിൽ അഗ്നിത്തൂണായി ഇവർ മുമ്പിൽ പോകുമ്പോൾ ഒരു ഫയർ, ഒരു അഗ്നി, വലിയൊരു പില്ലർ അവർക്ക് മുമ്പിൽ ഇങ്ങനെ കറങ്ങി പോവുകയാണ്. 2 കാരണം. 1, ആ അഗ്നി കൊടുക്കുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിലാണ് രാത്രിയിൽ ഇവർക്ക് നടക്കേണ്ടത്. 2, മണലുകളിൽ, മരുഭൂമിയിൽ പതുങ്ങിക്കിടക്കുന്ന, പൊതഞ്ഞു കിടക്കുന്ന വിഷസർപ്പങ്ങളും പാമ്പുകളുമുണ്ട്. ഇത് രാത്രിയിൽ ഈ മണലിലൂടെ നടക്കുമ്പോൾ നമ്മൾ അറിയില്ല, അത് കാലെ കടിക്കും, കടിച്ച മരണം ഉണ്ടാകും. ആ വിഷസർപ്പങ്ങൾ ഇവരെ കൊത്താതെയും തൊടാതെ ഇരിക്കാൻ ഇവര് പോകുന്ന വഴിക്ക് മുൻപിൽ ദൈവം ഇങ്ങനെ തീയായി അതിന് മുമ്പിൽ പോവുകയാണ്. ദൈവം പറഞ്ഞു മോശയോട്, മോശേ, നീ ജനത്തോട് പറയുക. വാക്യം 2, നിങ്ങൾ തിരിഞ്ഞ് പീഹാഹിരോത്തിനരികെ പാളയിറങ്ങുക. ദൈവം എടുക്കാൻ പറഞ്ഞ വഴിയിലേക്ക് മോശ തിരിഞ്ഞു. മോശ തിരിഞ്ഞ വഴിയിൽ ജനവും തിരിഞ്ഞു. അങ്ങനെ ഇവർ സഞ്ചരിച്ച് നടന്ന് ചെന്നപ്പോ വഴി അങ്ങ് തീർന്നു. നോക്കിയപ്പോ മുമ്പിൽ ചെങ്കടൽ, 2 സൈഡിലും പർവ്വതങ്ങൾ. ദൈവം എടുക്കാൻ പറഞ്ഞ വഴിയിലായിരുന്നു തടസ്സം. ദൈവം എടുക്കാൻ പറഞ്ഞ വഴിയിലായിരുന്നു പ്രതിസന്ധി. ദൈവം എടുക്കാൻ പറഞ്ഞ വഴിയിലായിരുന്നു ചെങ്കടൽ. പക്ഷെ ദൈവം പറഞ്ഞ വഴിയിലേക്ക് തിരിഞ്ഞതിനാൽ പ്രതീക്ഷിക്കാത്ത പ്രതികൂലം. ഇവർക്കൊരു പിടുത്തവും കിട്ടിയില്ല. ദൈവം എടുക്കാൻ പറഞ്ഞ വഴിയിൽ ഇവർ തിരിഞ്ഞു, ആ വഴിയിൽ കൃത്യമായി ചെങ്കടൽ. ദൈവം ചെന്ന് ഫറവോനോട് പറഞ്ഞു, പിന്നെ ഇവിടുന്ന് കുറെ ടീമുകൾ ഇറങ്ങിപ്പോയില്ലേ നിന്നെ വിട്ടിട്ട്, എങ്ങും എത്തിയിട്ടില്ല, ദേ ചെങ്കടലിന് മുമ്പിൽ കിടപ്പുണ്ടെന്ന്. അപ്പൊ ഫറവോ പറഞ്ഞു, എത്തിയില്ലേ, ഞാൻ അവരെ പിന്തുടരും, ഞാൻ അവരെ പിടിക്കും, ഞാൻ അവരെ വെറുതെ വിടത്തില്ല. ഡയറക്ടർ ഹൃദയത്തിൽ പറഞ്ഞു, നീ പിന്തുടരണം, നീ ഇറങ്ങി വരണം, നീ അവരുടെ പുറകെ പോകണം. അതിനായി സ്ക്രിപ്റ്റ് മുഴുവൻ
പിശാചിന് തോന്നണം, ശത്രുവിന് തോന്നണം, അവനെ ആശ്രയിച്ച് അവനെ സേവിച്ച് അവനിൽ വിശ്വസിച്ചവൻ പ്രതിസന്ധിയിലാണെന്ന് ശത്രുവിന് തോന്നണം. ദൈവം തമ്പുരാൻ ഇങ്ങനെ പറയുന്നു, കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഈ കുഞ്ഞിനെ കൊത്തിപ്പൊക്കിക്കൊണ്ട് തള്ളക്കഴുകൻ പറന്നു നിന്നിട്ട് ചുണ്ടിനകത്തുനിന്ന് വിടും. ഈ മാംസപിണ്ഡം പിടഞ്ഞ് പാറയിൽ പതിക്കാൻ നിമിഷങ്ങളുള്ളപ്പോൾ ചിറകിനകത്ത് പൊക്കിയെടുത്തോണ്ട് പോകും. നിനക്ക് വീഴും തീരുമെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തെ ദൈവം അനുവദിച്ചത് അവിടെ കൊണ്ട് തീർക്കാനല്ല, അവിടുന്ന് നിന്നെ പൊക്കാൻ വേണ്ടിയാണ്. ഇസ്രായേൽ മക്കൾക്ക് മുന്നോട്ട് പോകാൻ വയ്യ, ചെങ്കടൽ ദൈവം എടുക്കാൻ പറഞ്ഞ വഴിയാ. പുറകോട്ട് പോകാൻ വയ്യ, ഫറവോന് സൈന്യം. ഇത് എത്ര ലക്ഷം പേരുണ്ട്? 30 ലക്ഷത്തിലധികം പേരുണ്ട്. മുമ്പിൽ നിൽക്കുന്ന കുറെ പേർക്ക് മാത്രമേ ചെങ്കടൽ കാണാൻ പറ്റൂ. പുറകെ നിൽക്കുന്ന കുറെ ആയിരങ്ങൾക്ക് മാത്രമേ പിന്നിൽ അനുഗമിക്കുന്ന ഫറവോയെയും സൈന്യത്തെയും കാണാൻ പറ്റൂ. ഇടയ്ക്ക് കുറെ നിരപരാധികൾ നിൽപ്പുണ്ട്, ഒന്നും അറിയാതെ. അപ്പൊ ദൈവം പറഞ്ഞ വഴിയിൽ ചെങ്കടൽ ഉണ്ടെന്ന് കരുതി, ദൈവം പറഞ്ഞ വഴിയിൽ തടസ്സം ഉണ്ടെന്ന് കരുതി ഭാരപ്പെടരുത്. രക്ഷിക്കപ്പെട്ടു, വിശ്വാസ സ്നാനം സ്വീകരിച്ചു, പാരമ്പര്യങ്ങളെ വിട്ടിറങ്ങി, സത്യത്തിലും ആത്മാവിലും ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ജീവിതത്തെ സമർപ്പിച്ചു. പലതും വിട്ടിറങ്ങി, പലരുടെയും വായിരിക്കുന്നതൊക്കെ കേട്ടു, പല നിന്ദകൾ സഹിച്ചു. കുടുംബക്കാരിൽ പലരും പിണങ്ങി, പലരും വിരോധികളും ശത്രുക്കളുമായി. അവരുടെ മധ്യയിൽ, അവരുടെ നോട്ടത്തിൽ നീ പെട്ടുപോയെന്നാണ് കരുതുന്നെങ്കിൽ അല്ല, നീ പുതുവഴിയിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് എന്ന് ആത്മാവ് നിന്നോട് പ്രവചിക്കുകയാണ്. അത് മനുഷ്യൻ തുറന്ന വഴിയല്ല, അത് ദൈവത്താൽ തുറക്കപ്പെട്ട വഴിയിലൂടെ, അത്ഭുതത്തിന്റെ വഴിയിലൂടെ, വാഗ്ദത്തത്തിന്റെ വഴിയിലൂടെ, അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ, സൂപ്പർ നാച്ചുറൽ വേയിലൂടെ കർത്താവ് നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്.